Hi friends, welcome back to CSEB and PSC Maths YouTube channel. അപ്പോൾ ഇന്നത്തെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടക്കുകയാണ്. വാട്ട് ഈസ് ദ സോഴ്സ് ഡോക്യുമെന്റ് ഓഫ് പർച്ചേസ് റിട്ടേൺ ബുക്ക്? പർച്ചേസ് റിട്ടേൺ ബുക്കിന്റെ സോഴ്സ് ഡോക്യുമെന്റ് ഏതായിരിക്കും? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡെബിറ്റ് നോട്ട് ആണ്. ഡെബിറ്റ് നോട്ട് ഈസ് ദ സോഴ്സ് ഡോക്യുമെന്റ് ഓഫ് പർച്ചേസ് റിട്ടേൺ ബുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷീസ് cannot be used for dividend distribution. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷന് ഉപയോഗിക്കുന്നില്ലാത്ത ഐറ്റം താഴെ പറയുന്നതിൽ ഏതാണ്? ഡാഷീസ് cannot be used for dividend distribution. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രൊവിഷൻ. പ്രൊവിഷൻ cannot be used for dividend distribution. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ എമൗണ്ട് സ്പെൻഡ് ഫോർ അക്വിസിഷൻ ഓഫ് ആൻ അസറ്റ് ഓർ ഫോർ ഇൻക്രീസിംഗ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ബിസിനസ്. Dash is the amount for acquisition of an asset or for increasing the earning capacity of a business is called, correct answer option C ആണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഒരു അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്, അതിനൊക്കെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ റിസർവ് വിച്ച് ഈസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഈസ് ഡാഷ്. ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യപ്പെടാത്ത രീതിയിലുള്ള റിസർവ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സീക്രട്ട് റിസർവ്. സീക്രട്ട് റിസർവ് ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യപ്പെടുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈൻസ്, ക്വാറീസ് എക്സെട്ര ഈസ് എക്സാമ്പിൾ ഓഫ് ഡാഷ് അസറ്റ്. മൈൻസ് അതുപോലെ ക്വാറീസ് അതൊക്കെ ഏത് തരം അസറ്റിന് ഉദാഹരണമാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വേസ്റ്റിംഗ് അസറ്റ്. വേസ്റ്റിംഗ് അസറ്റിന് ഉദാഹരണമാണ് മൈൻസ് അതുപോലെ ക്വാറീസ്. ഓക്കെ, അപ്പോൾ ഈ ഇത്തരത്തിലുള്ള അസറ്റൊക്കെ ഉപയോഗിക്കുന്നതോറും അതിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം മൈൻസ്, ക്വാറീസ് അതൊക്കെ വേസ്റ്റിംഗ് അസറ്റിന് ഉദാഹരണമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡിപ്രിസിയേറ്റഡ്? താഴെ പറയുന്നതിൽ ഡിപ്രിസിയേഷൻ ബാധകമല്ലാത്ത അസറ്റ് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ലാൻഡ്. ലാൻഡിന് ഡിപ്രിസിയേഷൻ ബാധകമല്ല. ലാൻഡിൻ്റെ വാല്യൂ ഓൾവേസ് അപ്രീസിയേഷൻ മോഡാണ്. ലാൻഡിൻ്റെ വാല്യൂ എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നതാണ് സാധാരണ ആയിട്ട് കാണുന്നത്. അപ്പോൾ അതിന് ഡിപ്രിസിയേഷൻ ബാധകമല്ല, അതിനൊരു അപ്രീസിയേഷനാണ് സാധാരണയായി ഉണ്ടാകാറുള്ളത്. ബാക്കിയുള്ള അസറ്റുകൾക്കൊക്കെ ഒരു ഡിപ്രിസിയേഷനാണ് സാധാരണയായി ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രഞ്ച് വേർഡ് ജേർ മീൻസ് ഡാഷ്. ഫ്രഞ്ച് വേർഡ് ജേർ, അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഡേ. ഡേ എന്നാണ് ജേർ എന്ന ഫ്രഞ്ച് വേർഡിൻ്റെ അർത്ഥം. ഈ വാക്കിൽ നിന്നാണ് ജേണൽ എന്നുള്ള പദം ഉത്ഭവിച്ചത്. ഫ്രഞ്ച് വേർഡ് ജേർ മീൻസ് ഡേ എന്നാണ് അർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ ഡാഷ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഏത് പീരീഡിലാണ് അല്ലെങ്കിൽ ഏത് ഡേറ്റിലാണ്? ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പർട്ടിക്കുലർ പീരീഡിലോട്ടല്ല ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഡേറ്റിലാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡേറ്റിലെ ഫിനാൻഷ്യൽ പൊസിഷനാണ് ബാലൻസ് ഷീറ്റ് കാണിക്കുക. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡെബിറ്റ് എക്സ്പെൻസ് മീൻസ് ഡാഷ്. എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്താൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഡെബിറ്റ് എക്സ്പെൻസ് മീൻസ്, അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇൻക്രീസ്. എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്താൽ ഇൻക്രീസ് ചെയ്യും. കാരണം എക്സ്പെൻസിൻ്റെ ബാലൻസ് ഓൾറെഡി ഡെബിറ്റ് ആണ്. ഡെബിറ്റ് ആയിട്ടുള്ള എക്സ്പെൻസിനെ വീണ്ടും ഡെബിറ്റ് ചെയ്താൽ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിപ്രിസിയേഷൻ ഈസ് അലൗഡ് ഫോർ ബിൽഡിംഗ്സ് ആൻഡ് സ്ട്രോങ് റൂം ഈസ് ഡാഷ് പെർസെൻറ്റേജ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ബിൽഡിങ്സ് അതുപോലെ സ്ട്രോങ് റൂമിനൊക്കെ നൽകുന്ന ഡിപ്രിസിയേഷൻ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 2.5% ആണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ബിൽഡിങ്സ് അതുപോലെ സ്ട്രോങ് റൂമിന് നൽകുന്ന ഡിപ്രിസിയേഷൻ. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട 10 ക്വസ്റ്റ്യൻസ്, പ്രത്യേകിച്ച് അക്കൗണ്ടൻസിൽ നിന്ന് എടുത്തിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യും. അതുപോലെ എക്സാം കലണ്ടറൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഇന്ന് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങുക. വരുന്ന എക്സാമൊക്കെ ഒത്തിരിയേറെ സമയമുണ്ട് നിങ്ങൾക്ക് പഠിക്കുവാൻ. അപ്പം നമുക്ക് ക്ലാസ്സുകളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യാം. നമുക്ക് ക്ലാസ് ഒരു കണ്ടിന്യൂസ് ബേസിലൊക്കെ ഒരു ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ തുടങ്ങാം എന്നാണ് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.